ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ബീഫിൻ്റെ ഫില്ലിംഗ് ഒക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇഫ്താറൊക്കെ വരികയല്ലേ, ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവും എടുക്കാവുന്നതാണ്. പക്ഷെ മൈദ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പം ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും എല്ലാം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇതിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പൊ ഇതാ ഈ ഒരു മാവ് ഇവിടെ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിലും കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഈ ഒരു സമയത്ത് ഇത് കയ്യിൽ കൊട്ടിപ്പിടിക്കുന്ന പാകത്തിനാണ് ഉണ്ടാവുക, പക്ഷെ അത് കുഴപ്പമില്ല. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 150 ഗ്രാം എല്ലില്ലാത്ത ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഹാഫ് കുക്കായിട്ടുള്ള ബീഫാണ് കേട്ടോ ഇത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം ക്രഷ് ചെയ്തെടുക്കാൻ, കൂടുതൽ അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. അപ്പം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാളയുടെ കളറൊക്കെ ചേഞ്ചായി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതിവിടെ ചെറുതായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇതെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു മസാല പൊടികളെല്ലാം മൂത്ത് വരുന്നത് വരെ ഇതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പൊ മസാലപ്പൊടികളെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ മസാല പൊടികളും ഉള്ളിയും ബീഫും എല്ലാം നല്ലവണ്ണം യോജിച്ച് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും ഒരു ചെറിയ ക്യാപ്സിക്കത്തിന്റെ പകുതിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഇവിടെ ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം.
അപ്പൊ ഇത് കൂടുതൽ അങ്ങ് കുക്കായി പോകാൻ വേണ്ടി പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതിന്റെ അടപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നല്ലവണ്ണം ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഇതുപോലെ തന്നെ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ട്ടോ. ഇനിയിപ്പോ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് കൂടുതൽ ലൂസാക്കി എടുക്കണ്ട. കുറച്ചൊരു തിക്നെസ്സിൽ വേണം ഇത് കലക്കിയെടുക്കാൻ. നമ്മൾ ഈ ഒരു സ്നാക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്നെസ്സിൽ വേണം ഇതിങ്ങനെ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു മൈദ മാവ് ഞാനിവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള മാവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ മാവ് ഇവിടെ നല്ല ഫെർമെന്റ് ആയി വന്നിട്ടുണ്ട്. കൂടുതൽ ഫെർമെന്റ് ആയി പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും മതിയാവും. ഇനിയിപ്പോ ഇതൊന്നുകൂടി നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി. ഈ ഒരു മാവ് ഇവിടെ നല്ലവണ്ണം സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ബോൾസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പൂരിയുടെ വലുപ്പത്തിലാണ് ഞാനിപ്പം ഈ ഒരു ബോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി എടുക്കാനും വേണ്ടി പറ്റൂ ട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇനിയിപ്പോ ഒരല്പം മൈദ മാവ് ഇതുപോലെ ഒന്ന് തൂവിക്കൊടുത്ത ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരു പൂരിയുടെ ഒക്കെ വലുപ്പത്തിൽ വേണം ഇതിങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ അങ്ങ് തിക്നെസ് കുറഞ്ഞു പോകാനും പാടില്ല, എന്നാൽ കൂടുതൽ തിക്നെസ് ഉണ്ടാവാനും പാടില്ല കേട്ടോ. നമ്മൾ ഇത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് കുബൂസിന്റെ ഒക്കെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇനി ഇതിന്റെ സെന്ററിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഞാനിതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെഡാർ ചീസൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ചീസ് വെച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമ്മൾ അടയൊക്കെ മടക്കി എടുക്കില്ലേ, അതുപോലെ 2 വശത്തുനിന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇതിന്റെ അറ്റമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടും. അപ്പൊ ഇതിന്റെ അറ്റമൊക്കെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പൊ കണ്ടോ, ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഉന്നക്കായുടെ ആ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് ഉണ്ടാവുക. അപ്പൊ ഒരു സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പൊ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു സ്നാക്ക് കൂടി റെഡിയാക്കുന്നതൊന്ന് കാണിച്ചു തരികയാണ്. ഇതുപോലെ ഒന്ന് അറ്റമൊക്കെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് കണ്ടോ, നല്ലവണ്ണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. ഇനി ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി കൊടുത്താൽ ഇതുപോലെ നല്ല ഷേപ്പായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ട്ടോ. അപ്പൊ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മാവ് ഉണ്ടല്ലോ, മൈദ കലക്കി വെച്ചത്, അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം.
ഒരു കൈ കൊണ്ട് ഈ ഒരു മൈദ മാവിൽ ഡിപ്പ് ചെയ്തെടുക്കുകയും വേറൊരു കൈ കൊണ്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കുക കൂടി ചെയ്താണെങ്കിൽ ബ്രെഡ് ക്രംസ് അധികം കട്ടയാവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. 2 പ്രാവശ്യം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളെ ബ്രെഡ് ക്രംസ് നല്ല വണ്ണം കോട്ടായിട്ട് കിട്ടും. അപ്പൊ ഇതാ മുഴുവൻ സ്നാക്കും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് ഇത്രയും സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങളിത് കുറച്ച് ചെറുതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി അധികം സ്നാക്ക് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും. അപ്പൊ ഇനി ഈ ഒരു സ്നാക്ക് ഇതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ച് 1 മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചധികം തന്നെ ഓയിൽ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോ സ്നാക്കായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്നാക്കെല്ലാം ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു വശം ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കെല്ലാം ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 വശവും ബ്രൗൺ കളർ ആയതിനു ശേഷം ഈ ഒരു സ്നാക്കെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. കൂടുതൽ അങ്ങ് കരിച്ച് കളയരുത്. നമ്മളിത് ചീസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ മുഴുവൻ സ്നാക്കും ഞാൻ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്നാക്കെല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ബീഫിന് പകരമായിട്ട് ചിക്കൻ വെച്ചിട്ടും റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ബീഫ് വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മീലായിട്ടും ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഇനി ഇഫ്താറൊക്കെ വരികയല്ലേ, ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതേപോലെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.